മഴ തോരും മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തെത്തിയിരിക്കുകയാണ് അലീന. പക്ഷെ സ്റ്റാൻലിയുടെ ചില സ്വഭാവങ്ങൾ കണ്ടിട്ട് അലീനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായി വരികയാണ്. എന്നാലും ഇനിയിപ്പോൾ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത് അലീനയ്ക്ക് കള്ള് കുടിക്കുന്നതോ അങ്ങനത്തെ രീതികളോ ഒന്നും ഇഷ്ടമല്ല. അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത അലീനയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലിയുടെ ചിട്ടകളും സ്റ്റാൻലിയുടെ സ്വഭാവവും അത് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അലീനയ്ക്ക് ചിന്ത വരികയാണ്. എന്നാലും ഞാൻ ശ്രമിക്കും എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഔദച്ചായൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഔദച്ചായൻ സ്റ്റാൻലിയോട് പോയിട്ട് അലീനയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ വളരെ സ്നേഹത്തോടെയല്ലേ അലീനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, പക്ഷേ ഇപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടാൽ കീരിയും പാമ്പും ശത്രുക്കളെയും പോലെയാണല്ലോ നിൽക്കുന്നത്, അതെങ്ങനെ ശരിയാകും, നിൻ്റെ മകളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകളാണ്, ശരിയാണ്, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഭരിക്കാൻ വന്നാൽ അപ്പച്ചനറിയാലോ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് അലീനയായാലും ആരായാലും. പക്ഷേ എനിക്ക് അവളോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ അത് ഒരച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ലല്ലോ. കാരണം സത്യങ്ങളൊന്നും അവൾക്കറിയില്ലല്ലോ, ബാലചന്ദ്രൻ പറഞ്ഞിട്ടുമില്ല. എനിക്കാണെങ്കിൽ പറയണമെന്ന് കരുതിയിട്ട് അടുത്തേക്ക് ചെന്നാൽ എനിക്ക് ആകെ എന്തോ അസ്വസ്ഥതയാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഔദച്ചായൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഈ സത്യങ്ങൾ അലീന അറിഞ്ഞേ പറ്റുകയുള്ളൂ. അലീന അറിഞ്ഞു കഴിഞ്ഞാൽ ഒരച്ഛൻ എന്നുള്ള രീതിയിൽ അവൾക്ക് എല്ലാം സഹിക്കാനും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് സ്വന്തം അച്ഛനെ മാറ്റിക്കൊണ്ടുവരാനും ഒക്കെ അലീനയ്ക്ക് സാധിക്കും. സ്നേഹം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്നവളാണ് അലീന എന്നല്ലേ അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയോട് സംസാരിച്ച ശേഷം ഔദച്ചായൻ അലീനയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ കിച്ചണിൽ തകൃതിയായിട്ട് ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഔദച്ചായൻ അങ്ങോട്ട് എത്തുന്നത്. അങ്ങനെ അലീന അപ്പച്ചനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ചൻ എന്താ കിച്ചണിലോട്ട് വന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്നെ വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടു തരുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ നിന്നെ കണ്ടിട്ടൊന്ന് സംസാരിക്കാനാണ് വന്നത്, ഇപ്പോഴാകുമ്പോൾ ഇവിടെ ആരുമില്ലല്ലോ, നീ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, എൻ്റെ മകനെക്കുറിച്ച് എന്താണ് അലീനയുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അഭിപ്രായം എന്ന് വെച്ചാൽ ചില രീതികളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല. അവിടുത്തെ അച്ഛനുണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തുണ്ടായിരുന്ന അവിടുത്തെ അച്ഛന് എന്ത് സ്വഭാവമെന്നറിയോ, വീട്ടിൽ വെച്ച് ഇങ്ങനെ മദ്യപിക്കത്തൊന്നുമില്ല, എന്തെങ്കിലും ടെൻഷൻ വന്നാൽ പുറത്തു പോയി മദ്യപിക്കാറായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തി ഇപ്പം മരുന്നുകളൊക്കെ കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അച്ഛനോട് എനിക്ക് എന്തും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു, എന്തും പറയാൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കടിച്ചു കീറാൻ വരല്ലേ, പുറത്തുള്ള നായ്ക്കളോട് പറയുന്നതാ അതിനേക്കാളും നല്ലത് എന്നുള്ള രീതിയിലൊക്കെ അലീന ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം അപ്പച്ചൻ പറയുന്നുണ്ട്, ആ മോളെ അങ്ങനെയൊന്നും പറയരുത്, നീ ശരിക്കും ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ആരാന്ന് മനസ്സിലാക്കാനോ, എന്നെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നല്ലേ, അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ ഇതിൻ്റെ ഉടമസ്ഥനെ, അല്ലാതെ പിന്നെ ആരാ എന്നൊക്കെ പറയുമ്പം വെറുതെ ഒരു ഉടമസ്ഥൻ മാത്രമല്ല മോളെ, നിന്നെയായിട്ട് അയാൾക്കുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നിനക്കറിയോ, സ്റ്റാൻലി ആരാണെന്നുള്ളത് നിനക്കറിയോ, വൈജയന്തിയെ നിനക്കറിയാലോ, നിൻ്റെ അമ്മയാണ് എന്നുള്ള സത്യം നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തിയെ പ്രണയിച്ചിട്ടുള്ള ഒരാളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, പക്ഷെ അതാരാണ് എന്നുള്ളതോ അയാളുടെ പേരെന്താണോ എന്നുള്ളത് നിനക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അതറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, അത് നിന്നോട് പറയാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നപ്പോൾ, ആ വേദന സഹിക്കാനാവാതെ വന്നപ്പോഴാണ് ആ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും നീ സത്യം അറിയണം, 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തിയെ പ്രണയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരാൾ ഇവിടെ നിൽക്കുന്ന ഈ സാറ് സ്റ്റാൻലി ആയിരുന്നു. അതേ മോളെ, നിൻ്റെ അച്ഛനാണ് സ്റ്റാൻലി എന്ന് പറയുകയാണ്. ഇത് കേട്ട ഭാഗം ഷോക്കായിട്ട് നിൽക്കുകയാണ്. എൻ്റെ അച്ഛനോ, ഈ സ്റ്റാൻലി ഇവിടുത്തെ ആളോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പച്ച, നിങ്ങൾ വെറുതെ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, അല്ലാതെ ഇത് സത്യമൊന്നുമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇത് സത്യമാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ആൽബം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഔദച്ചായൻ. അപ്പം ആകെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് അലീന. അങ്ങനെ ഔദപ്പച്ചൻ അലീനയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.